ഗൂഗിളിന് ഈ ഇങ്ങനെ ലോഗോകൾ മുന്നേ ഏതെങ്കിലും ഡിസൈൻ ചെയ്തിട്ടുള്ള ഇതുണ്ടോ, പരിചയമുണ്ടോ? അങ്ങനെ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഈ ആർട്ട്, ചിത്രം അല്ലെങ്കിൽ അങ്ങനത്തെ ഡിസൈനിങ് അതിനോടൊക്കെ എന്തെങ്കിലും അങ്ങനത്തെ പരിചയങ്ങളോ അനുഭവങ്ങളുണ്ടോ? അങ്ങനെയില്ല. ചെറുപ്പത്തിൽ പോകുമ്പോ ഇങ്ങനെ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നു അല്ലാതെ ഇപ്പൊ ആദ്യമായിട്ടാണ് ഒരു ഓൾ ഇന്ത്യ ലെവൽ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് ടൈം പങ്കെടുക്കുന്നു. പക്ഷെ ഇതിൽ ഗിഫ്റ്റ് പ്രതീക്ഷിച്ചില്ല. കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരു ആപ്പിൻ്റെ ലോഗോ ഡിസൈൻ അല്ലേ, സന്തോഷം അലതല്ലേ. അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്, മകൻ ഇങ്ങനെ ഒരു നേട്ടം? എനിക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചാണ് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു റിക്കഗ്നേഷൻ നമുക്ക് കിട്ടണം എന്നുള്ളത്. അത് എനിക്ക് വേണ്ടി ലൈഫിൽ കിട്ടിയില്ല, കുട്ടികൾക്കും ഇത്രയും നാളായിട്ട് കിട്ടിയില്ലല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. അപ്പൊ ഈ ചിത്രം ഇവനെന്നെ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ഈ ചിത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാനാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് സമ്മാനം കൊടുക്കൂട്ടോ എന്നുള്ളത്. ഫസ്റ്റ് ഞാൻ ഉദ്ദേശിച്ചില്ല, പക്ഷെ എനിക്ക് അതിന്റെ സിംപ്ലിസിറ്റി ഇഷ്ടപ്പെട്ടു, വളരെ നല്ല നല്ല ആ പടത്തിന്. അപ്പൊ അങ്ങനെ പറയുകയും ചെയ്തു. പക്ഷെ ഇന്ന് ഈ ഇവരിത് കട്ടനിങ്ങനെ പൊക്കി ഇതിങ്ങനെ കാണിച്ചു വരുമ്പോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ചിത്രമായിരിക്കും വരുന്നതെന്ന്. ആധാറിന്റെ ഔദ്യോഗിക ലോഗോ പുറത്തിറക്കി എന്നതാണ് ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഉദയ് എന്നാണ് ആ ലോഗോയുടെ പേര് നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് തൃശ്ശൂരിൽ നിന്നുള്ള അരുൺ ഗോകുലാണ് ആ ലോഗോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 875 മത്സരാർത്ഥികളിൽ നിന്നാണ് അരുണിനെ വിജയിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ആ ലോഗോ പ്രേക്ഷകർ കാണുന്നുണ്ട്. ഇതാണ് ഉദയ് എന്നാണ് ആ ലോഗോ, അതിന്റെ പേര്. ഇതാണ് ഉദയ് എന്ന പേരിലുള്ള ആധാറിന്റെ പുതിയ ലോഗോ. അതിൽ തൃശ്ശൂരിൽ നിന്നുള്ള അരുൺ ഗോകുലാണ് ഈ ലോഗോ ഡിസൈൻ ചെയ്തത്. 875 മത്സരാർത്ഥികളാണ് ഇതിൽ പങ്കെടുത്തത്. അതിൽ നിന്നാണ് അരുണിനെ തെരഞ്ഞെടുത്തത്. ഉദയ് എന്ന ലോഗോയുടെ പേര് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാം. ഇതാണ് ആധാറിന്റെ പുതിയ ഔദ്യോഗിക ലോഗോ. പ്രിയപ്പെട്ടവരെ, ആ തൃശ്ശൂർക്കാരൻ ആരാണെന്നറിയോ? അദ്ദേഹത്തിന്റെ വീട് എവിടെയാണെന്നറിയോ? അദ്ദേഹത്തിൻ്റെ പേരാണ് അരുൺ ഗോകുൽ. നമ്മുടെ ചാലക്കുടിക്കാരനാണ്. ഈ ആധാറിൻ്റെ ലോഗോ ഡിസൈൻ ചെയ്ത ആൾ നമ്മുടെ ചാലക്കുടിക്കാരൻ. നേരെ റെയിൽവേ ഓവർബ്രിഡ്ജ് ഇറങ്ങി കഴിഞ്ഞിട്ട് കാരൂർ റോഡ്, അമ്പലനടയിൽ നിന്ന് കാരൂർ റോഡ് തിരിയണ അവിടെ നിന്ന് 200 മീറ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരുൺ ഗോകുലിൻ്റെ വീട് കാണാം. ആൾ നമ്മുടെ സ്വന്തമാണ്, ജെഫേസ് മീഡിയയുടെ ഒരു ഫോളോവർ കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആളുടെ വീട്ടിലേക്ക് പോവാം. നമ്മൾ ഈ ചാലക്കുടിക്കാരെന്ന് പറയുന്നവരില്ലേ, നിസ്സാരക്കാരല്ല. ചാലക്കുടിക്കാർ ഒത്തിരി മേഖലകളിൽ പ്രശസ്തി ആർജിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ പിറകെ നിൽക്കുന്ന ആളുണ്ടല്ലോ, ഗോകുൽ എന്നാണ് പേര്. നമ്മുടെ മൈത്രിനഗർ വാർഡ്, നമ്മുടെ ബിഫിച്ചാൻ്റെ വാർഡിൽ, നമ്മുടെ കാരൂർ റോഡ്, അമ്പലനട കാരൂർ റോഡിലാണ് ഗോകുലിൻ്റെ വീട്. ഗോകുലിൽ നിന്ന് സ്വന്തമാക്കിയ നേട്ടം എന്താണെന്ന് നിങ്ങൾക്കറിയോ ചാലക്കുടിക്കാരെ? നമ്മുടെ ഗോകുല് ഇന്ത്യയുടെ ഔദ്യോഗികമായിട്ടുള്ള എന്താ പറയുക, നമ്മുടെ ആധാർ ആപ്പിൻ്റെ ലോഗോ, ഉദയ് എന്ന് പറയുന്ന ലോഗോ അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ചാലക്കുടി, നമ്മുടെ ഗോകുലാണ്. എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഗോകുലിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം മുൻപ് ഇങ്ങനെ ലോഗോ ഡിസൈൻ ചെയ്ത് ഇങ്ങനെയൊന്നും ഒരു പരിചയമോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. ആള് വേറെ മേഖലയാണ്, ബിടെക് എടുത്ത് എഞ്ചിനീയറിംഗ് മേഖലയിലാണ് ആള് പ്രവർത്തിക്കുന്നത്. സോ ഒരു സുഹൃത്ത് ഈ മത്സരത്തിലേക്ക് അയച്ചു കൊടുത്ത ലോഗോയുടെ ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വിളിച്ചപ്പോഴാണ് ഗോകുലിൻ്റെതായിട്ട് സാധനം, അത് ലാസ്റ്റ് ഡേറ്റ് ഇട്ടോ, ഒക്ടോബർ 30 ഗോകുൽ ഈ ലോഗോ അയക്കുന്നത്. അയച്ചു കഴിഞ്ഞു, ആൾ കമ്പ്യൂട്ടറിൽ നിന്നൊക്കെ മാറ്റി കഴിഞ്ഞു. പക്ഷെ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെയൊരു നേട്ടം സ്വന്തമാക്കാൻ സാധിക്കും. എൻ്റെ ലോഗോ തിരഞ്ഞെടുക്കും, ഞാൻ ഒന്നാമതാവും ഇന്ത്യയിൽ എന്നുള്ളത് ആരും വിചാരിച്ചില്ല. പക്ഷേ ചാലക്കുടിക്കാരൻ ഒന്നാമതായിരിക്കുന്നു. നമ്മുടെ ചാലക്കുടിക്കാരൻ ഒന്നാമതാവുന്ന ഇത്തരം മേഖലകളുണ്ട്. നിസ്സാരക്കാരല്ല നമ്മൾ ചാലക്കുടിക്കാരെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ ഓടി വന്നാണ് നമ്മുടെ ഗോകുലിൻ്റെ വീട്ടിലേക്ക് ഓടിയാണ്. ഗോകുലിൻ്റെ അമ്മയുണ്ട്. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷത്തിലാണ് ഈ കുടുംബാംഗങ്ങൾ നിൽക്കുന്നത്. നമുക്ക് അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയാം. പേര് അരുൺ ഗോകുൽ. ഞാൻ പഠിച്ചത് ഡിസൈനിങ് അല്ല, ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. പിന്നെ 8ാം ക്ലാസ് വരെയൊക്കെ ഡ്രോയിങ് ക്ലാസ്സിനൊക്കെ പോയിരുന്നു. പിന്നെ ഇത് അമ്മ ശ്യാമള ഉണ്ണികൃഷ്ണൻ, പിന്നെ വൈഫിന്റെ പേര് ആതിര സദാശിവൻ. കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വർക്ക് ചെയ്യണം. അപ്പൊ ഇന്നിപ്പോ വരാൻ പറ്റിയില്ല, അവർക്ക് നൈറ്റ് ആയാലും അവിടെ സ്റ്റഡി ആയി. പിന്നെ എന്റെ ചേട്ടന്റെ പേര് രാഹുൽ ആനന്ദ്, ചേട്ടന്റെ വൈഫിന്റെ പേര് പ്രിയ, അവർക്കൊരു കുട്ടിയുണ്ട് ആരാധ്യ, 5 വയസ്സായിട്ടുള്ളൂ. ഇതെങ്ങനെയാണ് ഈ ലോഗോ ഡിസൈനിലേക്ക് ഇത് കൊടുക്കാനും അതുപോലെ തന്നെ എങ്ങനെയാണ് അതിലേക്ക് കടന്നത്? ശരിക്കും ആക്ച്വലി ഭയങ്കര യാദൃശ്ചികമായി പങ്കെടുത്തു എന്നേ പറയാൻ പറ്റുള്ളൂ. എങ്ങനെയാണത്? എന്റെ ഒരു ഫ്രണ്ട് ഒരു ഡിസൈൻ ചെയ്തിട്ട് എനിക്ക് അയച്ചരാ ചെയ്തത്. അതാണ് ഒരു സ്പെസിഫിക്കേഷനിലാക്കാൻ പറഞ്ഞിട്ട് ഇത്ര MB വെച്ചിട്ട് ചെയ്യുന്നായിരുന്നു. 10 MB ഇത്ര 1000 UH സ്പെസിഫിക്കേഷൻ വേണമായിരുന്നു അതിന്, 300 DPI വെച്ചിട്ട്. അപ്പൊ അത് ആക്കാൻ പറഞ്ഞ് ഞാൻ ആക്കി കൊടുത്തപ്പോൾ ഞാൻ ചോദിച്ചത് എന്തിനാന്ന് വെച്ചപ്പോൾ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടെന്ന് അവൻ ലിങ്ക് ഇട്ടുന്നിട്ട് എന്നോട് പങ്കെടുക്കാൻ പറഞ്ഞു. അപ്പൊ ആ ഒരു ഇൻസ്പിറേഷനിലാണ് ഞാൻ പെട്ടെന്ന് ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 30 അന്നത്തെ ലാസ്റ്റ് ഡേറ്റ്, ഒക്ടോബർ 2025. അപ്പൊ ആ ലാസ്റ്റ് മൊമെന്റിലാണ് അവന്റെ ഡിസൈൻ ഞാൻ കൊടുത്തു. അതിന്റെ കൂടെയാണ് ഞാൻ എന്റെ പെട്ടെന്ന് ഡിസൈൻ ഇട്ടിട്ട് ആ ലിങ്കിൽ കയറി വേറെ ഡിസൈൻ ഗോകുൽ ചെയ്തു. വേറെ ഡിസൈൻ ഞാൻ ചെയ്തിട്ടാണ് ആ സഡൻ മൊമെന്റിൽ ഞാൻ ചെയ്തത്. അപ്പൊ തൃശ്ശൂരുള്ള കൂട്ടുകാർക്കും പറ്റിയാണ് ചെയ്യാൻ. കാരണം അതുവരെ അതിൽ കിട്ടിയില്ല, ഗിഫ്റ്റ് കിട്ടിയിരുന്നില്ല. പക്ഷെ അവര് പറഞ്ഞപ്പോ വളരെയധികം സന്തോഷമായി. ലാസ്റ്റ് മൊമെന്റിലാണ് ഇത് വളരെ സിമ്പിൾ ആയി പോയി. ഇത് അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ മനസ്സിൽ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നോ, ഇത് കിട്ടുമോ, അങ്ങനെയുള്ള സംഗതികളൊന്നും ഉണ്ടായിരുന്നില്ല. അതെ. അപ്പൊ അയച്ചു വിട്ടു കളഞ്ഞു. അപ്പൊ അതിന്റെ കുറെ ഡ്രാഫ്റ്റും കുറെ റഫ് പേപ്പർ കുറെ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു പ്രതീക്ഷയില്ലാത്തതുകൊണ്ട് ഒരു കമ്പ്യൂട്ടർ ഞാൻ മൊത്തം ഡിലീറ്റ് ചെയ്തിട്ടാണ് പിന്നെ കൊടുത്തത്, കീബോർഡ് റീപ്ലേസ്മെന്റിന് വേണ്ടിയിട്ട്. മൊത്തം പേഴ്സണൽ ഡാറ്റ കളഞ്ഞിട്ടാണ്
സർവീസ് സെന്ററിൽ കൊടുത്തത്. ഓ. പിന്നെ അത് കഴിഞ്ഞിപ്പോ ഒരാഴ്ച മുമ്പാണ് ഇവര് വിളിച്ചിട്ട് പറഞ്ഞത് നിങ്ങളുടെ ഡിസൈൻ ഇതുണ്ട്, നോട്ടറിയുടെ IPR അത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുക്കണം എന്ന് പറഞ്ഞു സൈൻ ചെയ്ത്. അപ്പോഴാണ് ഞാൻ പിന്നെ ഇത് ബാക്കപ്പ് എടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നോക്കിയത്. അപ്പോൾ അവർ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല, നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ഞങ്ങളുടെ ഉണ്ട്, അതിന്റെ പേരും ആ എംബ്ലത്തിന്റെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഞങ്ങളുടെ ഉണ്ട്, അതിന്റെ ടെൻഷൻ ആവശ്യമില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ എടുത്താൽ കുഴപ്പമില്ല, എടുത്തില്ല എന്ന് വെച്ചിട്ടും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് എങ്ങനെയാണ് ഇത് അറിഞ്ഞത്? നിങ്ങൾക്കാണോ ഒന്നാം സമ്മാനം? ഇന്ന് രാവിലെയാണ് അവർ അൺവീൽ ചെയ്തത് ആ. അതിന്റെ മീറ്റിംഗിൽ. അപ്പൊ അത് വീഡിയോ കോൺഫറൻസ് എനിക്ക് ലിങ്ക് അയച്ചാണ് ചെയ്തത്. അപ്പൊ അത് അറ്റൻഡ് ചെയ്ത് അവർ അൺവീൽ ചെയ്തപ്പോഴാണ് എന്റെ ഡിസൈൻ ആണല്ലോ എന്ന് അത് മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറഞ്ഞ ലിങ്ക് അയച്ചപ്പോൾ ഞാൻ ചോദിച്ചാൽ ഏതെങ്കിലും ഒരു പ്രൈസ്, അതായത് ഒരു 5 പേർക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അപ്പൊ അതിലേതെങ്കിലും അവസാനത്തെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും എന്റെ മനസ്സിൽ പോയത്. കാരണം അത്ര സിമ്പിൾ ഡിസൈൻ ആയിട്ടാണ് ഇത് ചെയ്തത്. അത് ശരി. പക്ഷെ കൂട്ടുകാരൻ വെച്ച് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ചെയ്തിരുന്നത്. ഈ സിമ്പിൾ ഡിസൈൻ, അത് അങ്ങനെ ഒരു ഡിസൈൻ അത് ആ സമയം കൊണ്ട് രൂപപ്പെടുത്താൻ അതിനെന്തെങ്കിലും എന്തെങ്കിലും ഇതുണ്ടോ? അത് അതിലൊരു കുറെ പാരാമീറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതില്. അത് എയർ ഇന്ത്യയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് എയർ ഇന്ത്യയുടെ മഹാരാജ അതിലൊരു കൈ വീശുന്ന ഒരു സർദാർജിലൊരു ഇതുപോലെ കൊടുത്തിരുന്നു. ഓ. അപ്പൊ അതേമാതിരി നമ്മള് അതായത് ചെറിയ കുട്ടികൾ തുടങ്ങി പ്രായമായവർക്ക് വരെ അത് ഉൾക്കൊള്ളാൻ സാധിക്കണം. ഇപ്പൊ ആധാർ ഒരു ഐഡന്റിഫിക്കേഷൻ ഇത് വെച്ചിട്ടാണ് എല്ലാവരും ഒരു ID കാർഡ് എന്ന രീതിയിലാണ് എല്ലാവരും ഇത് നോക്കുന്നത്. അത് മാറ്റി എല്ലാവർക്കും ഒരു യൂസർ ഫ്രണ്ട്ലി, എല്ലാവരും മനസ്സിലേക്ക് എത്തുന്ന ഒരു എംബ്ലം ആണ് അതിൽ മസ്കറ്റ് ഡിസൈൻ വേണ്ടതെന്നാണ് അതിലവർ ആ പാരാമീറ്റേഴ്സിൽ പറഞ്ഞത്. സ്മൈലിംഗ് ഫേസ് വേണമെന്നും പറഞ്ഞിരുന്നു. ഓ. അപ്പൊ അങ്ങനെ ഒരു തോന്നി, ഇപ്പൊ പെട്ടെന്ന് തോന്നിയ ഐഡിയയിൽ ഒരാൾ കൈവീശി ചിരിച്ചിങ്ങനെ ഒരു ഇന്ത്യയുടെ ഒരു ഫ്ലാഗും കരുത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഉം. പിന്നെ മുകളിൽ ആധാറിന്റെ ഒരു ടീഷർട്ടിന് ആധാറിന്റെ ഒരു ഡിസൈൻ എംബ്ലം വെച്ചിട്ടൊരു ഡിസൈൻ. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയതുകൊണ്ട് പ്രൈസ് കിട്ടുന്ന അതിനൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത് വളരെ ഒരു അത്ഭുതം എന്ന് തന്നെ പറയാം. അപ്പൊ അത് കണ്ടപ്പോ എനിക്കും സന്തോഷം ഇപ്പോഴാണ് തന്നിട്ടില്ല. അവരുടെ ഡൽഹി ഹെഡ് ക്വാർട്ടേഴ്സിൽ അവർ വിളിച്ചിട്ടുണ്ടായി. അപ്പൊ നിങ്ങൾക്കാണ് പ്രൈസ്, അതൊരു പറഞ്ഞിരുന്നില്ലേ ഓ. പ്രൈസ് എനിക്കാന്നുള്ളത്. അത് ശരി. ഈ ഗോകുല് ചെറുപ്പത്തിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വരക്കിലും സ്കൂളിലെ മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കണം. പക്ഷെ അതിനൊരു എൻകറേജ്മെന്റ് ഞാൻ കൊടുത്തിട്ടില്ല, അതിനൊട്ട് ഡെവലപ്പ് ചെയ്യണമെന്ന് ഇങ്ങനെ ആഗ്രഹവും വന്നിട്ടില്ല. ഓ. ഞാനാണ് ഇപ്പൊ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് പടം വരയ്ക്കുന്നത്. ഡെയിലി ഒരു പടം വരയ്ക്കാൻ അവർക്ക് അയച്ചു കൊടുക്കുക. അപ്പൊ അത് കാണുമ്പോ ഞാൻ വരച്ചിട്ട് ഇവനോട് ചോദിക്കാം ഇത് എങ്ങനെയുണ്ട്, ഇതിൽ ഏത് ഫോട്ടോ ആണ് നന്നായത് എന്ന് ചോദിക്കുമ്പോൾ അതിൽ ഒരെണ്ണം ഇവൻ സെലക്ട് ചെയ്യും. കാരണം ഇവൻ ഫോട്ടോഗ്രാഫി ഇവന്റെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. മൊബൈലിൽ ഏത് ഫോട്ടോ എടുത്താലും ഒരു 10-12 ഒരുമിച്ചെടുക്കും. അപ്പൊ ഞാൻ റിവ്യൂ മതി ഇത് എന്തിന് ഇത്ര എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയണത് ഇതിൽ ക്ലാരിറ്റി വരുന്ന ഏതാന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്യാമെന്ന്. അപ്പൊ അങ്ങനെ ഒരു മനസ്സുണ്ട് അതിന്. ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഡെപ്യൂട്ടി മാനേജറായിട്ട് റിട്ടയർ. ഈ കാലം അത്രയും ഒരു റെക്കഗ്നേഷനോ മറ്റു കാര്യങ്ങളൊന്നും അമ്മയ്ക്കും അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് വേറെ ആർക്കെങ്കിലും അങ്ങനെ ഇത്ര തരത്തിൽ ശ്രദ്ധേയമായ രീതിയിൽ ഒന്നുമില്ല. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് കുറെ കലാപരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അത്യാവശ്യം കുറച്ച് എഴുത്ത് കാര്യങ്ങൾ അങ്ങനെയൊക്കെ. ചേട്ടൻ എങ്ങനെയാണ്? ചേട്ടൻ ഇതുപോലത്തെ ഡിസൈനിങ് പരിപാടികളൊക്കെ കവിതകളൊക്കെ അവൻ കവിതകൾ എഴുതാറുണ്ടായിരുന്നു. അതിനൊക്കെ പ്രൈസ് കിട്ടാറുണ്ട്. അവൻ കുറേ പ്രൈസ് ഒക്കെ കിട്ടിയിരുന്നു. അത് ശരി. ഇനിയിപ്പോ ഷിപ്പിലായി കഴിഞ്ഞപ്പോ അവന് ടൈമില്ല. നല്ല വായനയുണ്ട്, നല്ലപോലെ വായിക്കും. ഇനിയിപ്പോ അടുത്ത പ്രൊജക്ട് എന്നിട്ട് ഇപ്പോ ഇന്ത്യയിലോ നമ്പർ 1 ഡിസൈനറായി ഇനിയിപ്പോ വേറെ ഈ ഡിസൈനിങ് മേഖലയിലേക്ക് തിരിയാൻ വല്ല സാധ്യതയുണ്ടോ? അതിപ്പോ എല്ലാവരും പറയുന്നുണ്ട് ഡിസൈൻ എന്തെങ്കിലും കോഴ്സ് നോക്കുന്നൊക്കെ പറയുന്നുണ്ട്. അതുവരെ പ്ലാനിങ് ഒന്നും ചെയ്തിട്ടില്ല. നോക്കാൻ ആഗ്രഹമുണ്ട്. എന്തായിരുന്നാലും ചാലക്കുടി നഗരസഭയും MLA-യും MP-യും ഒക്കെ തന്നെ നമ്മുടെ ഈ വലിയ നേട്ടം സ്വന്തമാക്കിയിട്ടുള്ള ഗോകുലിനെ അഭിനന്ദിക്കട്ടെ. ഗോകുല് ഇനി ഡിസൈൻ മേഖലയിലേക്ക് കടന്നു മാറി വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കട്ടെ. ചാലക്കുടിക്കാരെ എല്ലാവിധ സപ്പോർട്ടും എല്ലാ അഭിനന്ദനങ്ങളും ഗോകുലിനോടൊപ്പം ഉണ്ട്. നന്ദി, നമസ്കാരം.